ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർ പൂവിലെ കലാവതി അച്ഛമ്മയുടെ പിറന്നാളാഘോഷം തുടങ്ങി വെച്ചിട്ട് സച്ചീനെ കാണാത്തതിൻ്റെ ടെൻഷനുണ്ട്. ശ്രുതിയും കൂടി പറയുന്നുണ്ട് അവർക്കാണ് സമ്മാനം കിട്ടുക. കാരണം ശ്രുതി അച്ഛമ്മേനെ മേക്കപ്പ് ചെയ്ത് കൊടുത്തു. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കരിമണിമാല മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അച്ഛമ്മയുടെ ഗിഫ്റ്റ് അവർക്കാണ് കിട്ടുക എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് രേവതിയുടെ അമ്മ ലക്ഷ്മി വരികയാണ്. ലക്ഷ്മി വരുമ്പോൾ അമ്മയെ സുഖമല്ലേ ചോദിക്കുകയാണ്. കലാവതിയുടെ ആ സുഖമാണ് മോളെ, നീ വന്നല്ലോ, അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മി വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ചന്ദ്രയുടെ മുഖമൊക്കെ പോയി തെളിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയോട് ചോദിക്കുക, രവീന്ദ്രൻ സുഖമല്ലേ? ലക്ഷ്മി വയ്ക്കുമ്പോൾ ആ സുഖമാണ് രവിയേട്ടാന്നൊക്കെ പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണോ. അതിൻ്റെ ഇടയിൽ അച്ഛമ്മ ചോദിക്കും, ലക്ഷ്മി ദേവുവിന് വിവാഹാലോചനയൊക്കെ വരുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ വരുന്നുണ്ട് അമ്മേ, നല്ലത് വല്ലതും വന്നാൽ കെട്ടിച്ച് വിടണം എന്ന് പറയും. അപ്പോൾ അച്ഛമ്മ പറയും, അതേ മോളെ, നല്ല സമയത്ത് നല്ല കല്യാണാലോചനകൾ വന്നാൽ നമ്മൾ പെൺമക്കളെ കെട്ടിച്ച് വിടണം എന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ശരത്ത് എവിടെ ചോദിക്കുമ്പോൾ ശരത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എറണാകുളത്തേക്ക് പോയേക്കാന്ന് പറയും. ദേവു എവിടെ ചോദിക്കുമ്പോൾ ദേവു ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ബന്ധു കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ട് പറഞ്ഞിട്ട് മാല കെട്ടാൻ അവളെ വിളിച്ചിട്ട് പോയി. അവർ ഞങ്ങളെ സഹായിക്കേണ്ടത്, അപ്പോൾ അവരെ ഞങ്ങൾ സഹായിക്കേണ്ടത് കാരണം ദേവു അങ്ങോട്ട് പോയി എന്ന് പറയും. അപ്പോൾ ദേവുവിൻ്റെ കല്യാണാലോചനയുടെ കാര്യം പറയുമ്പോൾ രേവതി പറയാം, അച്ഛമ്മേ ദേവു പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിപ്പിക്കണല്ലോ ദേവുവിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചൊരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറായ കയറിപ്പോണ വീട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ കയറിപ്പോണ വീട്ടിൽ ഒരു ജോലിയും കൂലിയില്ലാത്തോളല്ലേ, ഗതിയില്ലാത്തോടത്തുനിന്ന് വന്നതാന്നൊക്കെയുള്ള അപമാനം സഹിക്കേണ്ടി വരില്ലേ അച്ഛമ്മേ, അതുകൊണ്ട് അവൾക്കൊരു ജോലിയായിട്ട് കല്യാണം നടത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, അതെ അത് തന്നെയാണ് നല്ലത്, ജോലിയൊക്കെ ആയിട്ട് കല്യാണം നടത്താൻ നല്ലത് പറയുമ്പോൾ അച്ഛമ്മ പറയും, മോളെ എല്ലാ അമ്മായിമ്മമാരും അങ്ങനെയല്ലാത്ത നല്ല അമ്മായിമ്മമാരും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയാണ് ചന്ദ്രയോട്, ഇത് നിന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ ചന്ദ്രൻ? അതെ എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. മോളെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, അതുകൊണ്ട് നല്ല പ്രപ്പോസൽ വന്നാൽ നടത്താമെന്നൊക്കെ പറയാം. ശരി അമ്മേ, നോക്കാം എന്നൊക്കെ പറയാനാണ് ലക്ഷ്മി. ഈ സമയത്ത് വേറൊരാൾ കൂടി കയറി വരുന്നുണ്ട്. വേറെ അല്ല, വർഷയുടെ അമ്മ മഹിമ കയറി വരുമ്പോൾ മഹിമേ വായോ പറയാണ് രവീന്ദ്രൻ. ഓ ചന്ദ്രമതി, വാ മഹിമേ, നിന്നെപ്പറ്റി ഞാൻ ഇപ്പോൾ ചിന്തിച്ചോളൂ, വാ ഇവിടെ വന്നിരിക്കുക പറഞ്ഞിട്ട് മഹിമേനെ ആനയിക്കുന്നു. ശ്രുതി എഴുന്നേറ്റ് മഹിമേൻ്റെ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആനയിക്കണം. അങ്ങനെ മഹിമ വന്ന് രേവതിയുടെ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കണം, നേരത്തെ എത്തിയില്ലേ എന്നിങ്ങനെ ഒരു പുച്ഛത്തിൽ ചോദിക്കുകയാണ്. കുറച്ച് നേരമായി വന്നിട്ട് പറയണം. അത് കഴിഞ്ഞിട്ട് മഹിമ അച്ഛമ്മോട് ചോദിക്കണം, അമ്മയെ സുഖമല്ലെന്നൊക്കെ, സുഖമായിരിക്കണമെന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് എവിടെ നിൻ്റെ കെട്ടിയോന്ന് ചോദിക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ പറയും, അദ്ദേഹം ബിസിനസ് അതിപ്പോൾ പറയാനൊന്നുമില്ല. രവീന്ദ്രൻ പറയും, അദ്ദേഹം ബിസിനസ് ആവശ്യത്തിനായി പുറത്ത് പോയേക്കാണ്, വരാൻ തീരെ നേരമില്ല, നിൽക്കാൻ നേരമില്ല എന്ന് പറയാനല്ലേ മഹിമ വരുന്നത്. എന്നും മഹിമ ഇത് തന്നെ പറയാണ് രവീന്ദ്രൻ. അപ്പോൾ വർഷ പറയും, അച്ഛൻ വന്നില്ലെങ്കിൽ എന്താ അങ്കളെ, അമ്മ വന്നൂലോ എന്ന് പറയും. വർഷ അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് രേവതീനെ നോക്കണം മഹിമ. അപ്പോൾ രേവതിയുടെ കഴുത്തിൽ നെക്ലസ് കാണണം. ഇവിടെ നെക്ലസ് ഒക്കെ ഇട്ടുണ്ട്, ഇവൾക്ക് ഇപ്പോൾ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ രേവതിയോട് പറയും, രവീന്ദ്രൻ മോളെ രേവതി, ഇവർക്കൊക്കെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക പറയുമ്പോൾ രേവതി ശരി അച്ഛാ പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോണ സമയത്ത് മഹിമ നിൽക്ക് രേവതി ഒരു മിനിറ്റ് പറഞ്ഞിട്ട്, നിൻ്റെ ഹസ്ബൻഡ് എവിടെ ചോദിക്കും. അപ്പോൾ പറയാം, സച്ചേട്ടൻ ഓട്ടത്തിന് പോയേക്കാണ്, ഇപ്പോൾ വരുമെന്ന് പറയാം. അല്ല രേവതി, നിൻ്റെ ഹസ്ബൻഡ് സമ്പാദിച്ചു കൊണ്ടുവന്ന പൈസയൊന്നും നിനക്ക് തരുന്നില്ല, അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചു ചോദിക്കും. അല്ല, നിനക്ക് സാധാരണ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടാൻ താല്പര്യമില്ല, എന്നാലും സച്ചി എന്തെങ്കിലുമൊക്കെ നിനക്ക് മേടിച്ചു തരണ്ടേ? ഇനിയിപ്പോൾ സച്ചി മേടിച്ചു തരാൻ വെസ്റ്റിഡേയിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ നീ ഗോൾഡ് കവറിങ് ആഭരണമായിട്ടുള്ള ഈ നെക്ലസ് ഇട്ടേക്കണമെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ വെട്ടിലാവുന്ന രണ്ടുപേരുണ്ട്, ആകെ പേടിച്ചിരിക്കുന്ന രണ്ടുപേരും, ഒന്ന് ചന്ദ്ര ഒന്ന് ശ്രുതി. അപ്പോൾ രേവതി പറയും, ഇത് ഗോൾഡ് കവറിങ് ആഭരണം എന്നല്ല, ഇത് സ്വർണ്ണാഭരണമാണ് പറയും. പക്ഷേ രേവതിക്ക് അറിയാലോ അത് ഗോൾഡ് കവറിങ് ആണ്. പക്ഷേ രേവതി മഹിമ എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയാത്തതിൻ്റെ ടെൻഷനിൽ പറയും, ആൻറ്റിക്ക് തോന്നുന്നത് അത് ഗോൾഡ് കവറിങ് ആഭരണം എന്നുള്ളത് സ്വർണ്ണാഭരണം പറയുമ്പോൾ മഹിമ പറയും, എനിക്ക് സ്വർണ്ണം ഗോൾഡ് കവറിങ് ഒക്കെ കണ്ടാൽ എനിക്കറിയാം രേവതിയുടെ കഴുത്തിലിട്ടേക്കുന്നത് ഈ ഗോൾഡ് കവറിങ്. എന്തായാലും ഇതൊന്നും ഇടണ്ടായിരുന്നു രേവതി, സ്വർണ്ണം ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്തിനാ ഈ ഗോൾഡൊക്കെ മേടിച്ചിടണേ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ രേവതിയെ എന്നൊക്കെ ചോദിച്ചിട്ട് മഹിമ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് രേവതിനെ കളിയാക്കുമ്പോൾ ലക്ഷ്മി പറയും, അത് സ്വർണ്ണം തന്നെയാണ് പറയും. ലക്ഷ്മി സഹിക്കാൻ വയ്യാതെ, എനിക്കെന്താ കണ്ടറിഞ്ഞുണ്ട്. അപ്പോൾ ലക്ഷ്മി അത്യാവശ്യത്തിന് ഞങ്ങൾ കൊടുത്തിട്ടാണ് വിട്ടത്, പിന്നെ അവളുടെ കഴുത്തിൽ കിടക്കണതൊക്കെ ഇവിടുന്ന് കൊടുത്ത സ്വർണ്ണമാണ് പറയും. അപ്പോൾ അച്ഛമ്മ പറയും, നിനക്കെന്താ ഇത്ര സംശയം, അവളുടെ സ്വർണ്ണമാണോ ഗോൾഡ് കവറിങ് ആണോ എന്ന്? അവളുടെ സ്വർണ്ണമൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തത്, അതൊക്കെ സ്വർണ്ണം തന്നെയാണ്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിനക്ക് മാത്രം ഇതിപ്പോൾ ഒരു സംശയം ചോദിക്കാൻ മഹിമോട്. അല്ല, എനിക്ക് കണ്ടപ്പോൾ തോന്നി അമ്മേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇപ്പോൾ നീ കണ്ടത് മുഴുവൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്കത് മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ അതെന്തിനാ തുറന്ന് ചോദിക്കാൻ പോണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ സോറി അമ്മേ, രേവതി സോറി, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതിയോട് സോറി പറയാണ്. അങ്ങനെ രേവതി അവിടുന്ന് പോവാണ്.
അത് കഴിഞ്ഞു. ശ്രീകാന്ത് കേക്കൊക്കെ കൊടുന്ന് വെച്ചു. ശ്രീകാന്ത് കേക്കൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇരുന്ന് പറയണം, ഇനി ഇവരെ കാത്തിട്ടിരിക്കേണ്ട അവസ്ഥയായല്ലോ ഈ സച്ചിൻ. അപ്പോൾ എല്ലാവരും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായി പറയുമ്പോൾ ശ്രുതി പറയണം ശ്രീകാന്തിനോട്, എടാ ശ്രുതി, ശ്രീകാന്തേ, സച്ചി വരെയും കാത്തു നിന്ന് ഈ കേക്കൊക്കെ ആകെ മെൽട്ടായിട്ട് പോകും, നീ പറ അച്ഛനോട് കേക്ക് മുറിക്കാന്ന് പറ. ഓ അങ്ങനെ മഹിമ സോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പറയണ്ടല്ലോ കേക്ക് മെൽട്ടാവും, എന്നാൽ ശരി ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് കേക്ക് മെൽട്ടാവുന്ന കാര്യം അച്ഛമ്മയോട് സംസാരിക്കാൻ വേണ്ടി പോകണ്ട. അച്ഛമ്മയോട് സംസാരിക്കാൻ വേണ്ടി പോണ സമയത്ത് അച്ഛമ്മയോട് പറയാണ്, അച്ഛമ്മേ നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറയുമ്പോൾ പറയാം, ആ സച്ചി വരട്ടെ എന്നിട്ട് മുറിക്കാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, എന്താ അച്ഛമ്മേ അവൻ വരാൻ വേണ്ടി കാത്തു നിന്നാൽ കേക്കൊക്കെ ആകെ മെൽട്ടായിട്ട് പോകും. അതെ, അവൻ വല്ല ബാറിലടിച്ച് വിറ്റായി കിടക്കണ്ടാവും. അച്ഛമ്മ അതൊന്ന് മനസ്സിലാക്കുക പറയാണ് ശ്രുതി. അപ്പോൾ അച്ഛമ്മ പറയും, എന്ത് വന്നാലും ശരി എൻ്റെ മോൻ വന്നിട്ടേ ഇവിടെ കേക്ക് മുറിക്കുള്ളൂ എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗിഫ്റ്റ് തരാൻ പറഞ്ഞിട്ട് ശ്രുതി പോയിട്ട് ഗിഫ്റ്റ് എടുത്തിട്ട് വരികയാണ്. ഗിഫ്റ്റ് എടുത്തിട്ട് വരുമ്പോൾ ആ ഗിഫ്റ്റ് പറയും, ഇത് എന്താടാ ചോദിക്കുമ്പോൾ പറയും, ഇതൊരു കരിമണിമാലയാണ്. അച്ഛമ്മയ്ക്ക് ഓർമ്മയുണ്ട് പണ്ട് അച്ഛമ്മയുടെ ഒരു കരിമണിമാല കാണാതെ പോയിട്ട് അച്ഛമ്മ അതിൽ വിഷമിച്ചിരുന്നത്. അച്ഛമ്മയുടെ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരിമണിമാല മേടിച്ചിരിക്കണമെന്ന് പറയാണ്. അങ്ങനെ കരിമണിമാല മേടിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, നീ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ആ മാല മേടിച്ചിട്ട് അച്ഛമ്മ ടേബിളിൻ്റെ മുകളിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് വേറെ ആരെല്ലാം ശ്രുതി പറയാം, അച്ഛമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ഞാൻ തന്നുട്ടാ, എനിക്കറിയാം, നീ മേക്കപ്പ് ചെയ്തതല്ലേ, അതല്ലേ നീ ചെയ്ത ഗിഫ്റ്റ്, എനിക്കറിയാം മോളെ പറയും. അത് കഴിയുമ്പോൾ വർഷ ഓടിപ്പോയിട്ട് വർഷയുടെ ഗിഫ്റ്റ് കൊടുന്ന് കൊടുക്കും. വർഷയുടെ ഗിഫ്റ്റ് കാണുമ്പോൾ അച്ഛമ്മ ചോദിക്കും, എന്താ മോളെ ഇത് ചോദിക്കുമ്പോൾ വർഷ പറയും, അച്ഛമ്മേ ഇത് അച്ഛമ്മ നോക്ക്, ഇതൊരു മൊബൈൽ, എൻ്റെ മോളെ ഇതിനെപ്പറ്റി ABCD എനിക്കറിയില്ല, പിന്നെ എന്തിനാ ഈ മൊബൈൽ ചോദിക്കുമ്പോൾ വർഷ പറയും, അച്ഛമ്മേ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, അച്ഛമ്മയ്ക്ക് ഇതിൽ സീരിയൽ കാണാം, സിനിമ കാണാം, ഒക്കെ കാണാൻ പറയുമ്പോൾ പിന്നെ ഇതിനാണോ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അച്ഛമ്മ ഇതിൽ കണ്ട് സംസാരിക്കുക. അച്ഛമ്മ അതെയോ, കണ്ട് സംസാരിക്കാൻ പറ്റുമോ? ആ പറ്റും, എന്നാൽ ഓക്കെ ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അത് മേടിക്കും. അത് കഴിയുമ്പോൾ ശ്രീകാന്ത് പറയും, അച്ഛമ്മ എൻ്റെ വകയാണ് അച്ഛമ്മയ്ക്ക് കേക്ക്, അത് സ്പെഷ്യൽ ഷുഗർ പേഷ്യൻസിനുള്ള കേക്കാണ്, അത് ഗ്രാൻഡ്മ കേക്ക് എന്നാണ് എനിക്ക് കേക്കിൻ്റെ പേര് എഴുതിയിരിക്കണം. ഓ സന്തോഷം പറയും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നത് ആരാന്നറിയോ? രവീന്ദ്രൻ കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് പറയും, അമ്മ ഇത് എൻ്റെയും ചന്ദ്രയുടെയും വക ഗിഫ്റ്റ് ആട്ടോ എന്ന് പറയുമ്പോൾ അച്ഛമ്മ ചോദിക്കും, എന്തിനാടാ ഇതൊക്കെ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ചോദിക്കുമ്പോൾ ഇരിക്കട്ടെ അമ്മേ എന്ന് പറയും രവീന്ദ്രൻ. അങ്ങനെ അമ്മ അത് മേടിക്കും, ഇതെന്താ സെറ്റ് മുണ്ടാണല്ലോ, നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ്റെ ഗിഫ്റ്റ് മേടിച്ച് കഴിയുമ്പോൾ അടുത്ത ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് രേവതിയുടെ അമ്മ ലക്ഷ്മിയാണ്. അമ്മ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു ഗിഫ്റ്റ് കിട്ടോ പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കും. എൻ്റെ മോളെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നിങ്ങളൊക്കെ വന്നല്ലോ, അത് തന്നെ അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമായി എന്ന് പറയും. അല്ല ഇത് അമ്മ മേടിക്കും പറഞ്ഞിട്ട് അത് കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നത് മഹിമയുടെ അമ്മയാണ്, വർഷയുടെ അമ്മ മഹിമയാണ്. മഹിമ കൊടുക്കണ ഗിഫ്റ്റും അമ്മ മേടിക്കും. അങ്ങനെ എല്ലാവരുടെയും ഗിഫ്റ്റ് മേടിച്ച് കഴിയുമ്പോൾ ശ്രുതി ചോദിക്കുക, അല്ല അച്ഛമ്മേ ഇതിൽ ഞങ്ങൾക്ക് ആർക്കും അച്ഛമ്മ ഗിഫ്റ്റ് തരാൻ വേണം ചോദിക്കും. പറയും, നിൽക്കുക സച്ചി വരട്ടെ, സച്ചി കൂടി വരാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഓ അവനൊന്നും വരുന്നുണ്ടാവില്ല, അവൻ എവിടെയെങ്കിലും ഫിറ്റായി കിടക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ശ്രുതി സച്ചിനെ കുറ്റപ്പെടുത്താണ്. അത് കഴിഞ്ഞിട്ട് രേവതി ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചന്ദ്രയോട് ഭാമ പറയാണ്, നീ കൊടുത്തില്ല അല്ലേ ചന്ദ്ര ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ, അതേ നീ മിണ്ടരുത്, നീയല്ലേ പറഞ്ഞ TV കൊണ്ട് വരാൻ നിന്നിട്ട് നീ എന്നെ പറ്റിച്ചു. എൻ്റെ ചന്ദ്രയെ അത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് അത് കേട് വന്നിരിക്കുകയാണ്, ഞാനത് നോക്കിയപ്പോഴല്ലേ മനസ്സിലായി, കേട് വന്ന TV ഒക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, അമ്മ നിന്നെ ചീത്ത പറയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് ഭാമ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശ്രുതി വീണ്ടും സച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എവിടെയെങ്കിലും വെള്ളമടിച്ച് കിടക്കണ്ടാവും, ഒരാൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും, നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി ഇന്ന്, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ ഇതിനൊന്നും ആഗ്രഹിച്ചിട്ടില്ല, എന്നാലും നിങ്ങളെല്ലാവരും തന്നപ്പോൾ എനിക്കൊരു സന്തോഷം, എന്തായാലും എൻ്റെ സച്ചി കൂടി വരട്ടെ എന്നിട്ട് തീരുമാനിക്കുക ആരൊക്കെ ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അവൻ എവിടെയാവോ കുടിച്ച് പൂസായി കിടക്കണ പറയും, മുതലാളി എന്ന് വിളിച്ചിട്ടൊരു വിളി. അപ്പോൾ എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വാതിക്കൽ വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകൻ സച്ചിയാണ് വന്നിക്കിടത്ത്. അപ്പോൾ സച്ചിനെ കാണുമ്പോൾ രേവതിയുടെ മുഖമൊക്കെ ഇങ്ങനെ വെടർന്ന ചെന്താമര പോലെയാവും. അപ്പോൾ രേവതിയോട് വന്ന് ചോദിക്കുക, എവിടെയായിരുന്നു ഇത്ര നേരമായി ഞാൻ വിളിക്കണം, സച്ചി എൻ്റെ ഫോണൊന്നും എടുത്താൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും, എൻ്റെ രേവതി എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, ഞാനൊരു തിരക്കിൽ പെട്ടുപോയി, അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറയും.
അപ്പോഴേക്കും അച്ഛമ്മ നീ വന്നൂലേ, നിനക്ക് അച്ഛമ്മേനെ പറ്റി വല്ല വിചാരം ഉണ്ടാ, നീ ഇത്തിരിയെങ്കിലും എന്നെ സ്നേഹിക്കണ്ടാ, എന്തിനാടാ ഞാൻ നിന്നെ നോക്കി വളർത്തി വലുതാക്കി, നിനക്ക് എന്നെ ആട്ടിലും വലുത് ട്രിപ്പാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ വന്ന് സച്ചിയുടെ ചെവി പിടിച്ചിങ്ങനെ തിരുമ്പുമ്പോൾ സച്ചി ഓ അച്ഛമ്മയെ വേദനിക്കണം, നീ എന്ത് പണിയാണ് ചെയ്ത്, എത്ര നേരമായി നിന്നെ കാണാതെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിനെ ചീത്ത പറയാണ്. അപ്പോൾ സച്ചി പറയും അച്ഛമ്മേ പറ്റിപ്പോയി അച്ഛമ്മ ഒന്ന് ക്ഷമിക്കുന്നു പറയുമ്പോൾ ശ്രുതി പറയും എടാ ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങളെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു, നീ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത് അച്ഛമ്മയ്ക്ക് കൊടുക്കുക, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സച്ചി പറയും അച്ഛമ്മ ഞാൻ അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ശ്രുതി പറയും കേട്ടില്ലേ അച്ഛമ്മ ഇപ്പം എന്തായി, അവനൊന്നും മേടിക്കാതെ വന്നേക്കണം. അപ്പോൾ അച്ഛമ്മ പറയും സാരമില്ല, നീ ഒരു ഗിഫ്റ്റ് കൊടുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നീ തന്നെയല്ലേ എൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെ പറയാണ് അച്ഛമ്മ. അപ്പോൾ സച്ചി പറയും അച്ഛമ്മേ ഗിഫ്റ്റ് കൊടുന്നിട്ടില്ല, പക്ഷെ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് പറയാം. കൂട്ടിക്കൊണ്ടുവരികയെ ചോദിക്കുക അച്ഛമ്മ. അപ്പോൾ അതേ അച്ഛമ്മയ്ക്ക് ഒരു സർപ്രൈസാണ് പറഞ്ഞിട്ട് അച്ഛമ്മമാരെ കയറി വാന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരുപോലെ വാതിക്കലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്, 2 വയസ്സായ അച്ഛമ്മമാർ സെറ്റ് മുണ്ടൊക്കെ ചീറ്റിയിട്ടുള്ള 2 അമ്മമാർ കയറി വരികയാണ്. 2 അമ്മമാർ കയറി വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതിപ്പാരാ ഇതാരാ. ചന്ദ്രയും ഭാമിയും പരസ്പരം ചോദിക്കുന്നുണ്ട്, ശ്രുതിയും പരസ്പരം ചോദിക്കുന്നുണ്ട്, വർഷ ശ്രീകാന്തും പരസ്പരം ചോദിക്കുന്നുണ്ട്, എല്ലാവരും രേവതി പോലും ഇതിപ്പാരാ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കണം. ആ സമയത്ത് ഈ അമ്മമാർ കയറി വരും. വായ അച്ഛമ്മമാരെ പറഞ്ഞിട്ട് ശ്രുതി അവരെ പിടിച്ചുകൊണ്ടുവരും. അവരെ കണ്ട മാത്രയിൽ നമ്മുടെ കലാവതി അച്ഛമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പും. അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അവർ വിളിക്കും, കലാവതി വിളിക്കും. ആ വിളിക്കണ വിളിയിൽ അച്ഛമ്മ അയ്യോ എൻ്റെ ദാച്ചു അല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ട് അച്ഛമ്മ ഇങ്ങനെ കരയുമ്പോൾ ഇവർ 2 പേരും കൂടി വന്നിട്ട് ആടി കലാവതി ഞങ്ങൾ നിൻ്റെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് കലാവതി അച്ഛമ്മേനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ കെട്ടിപ്പിടിക്കണ സമയത്ത് കലാവതി അച്ഛമ്മയുടെ 2 കൂട്ടുകാരിയുള്ള കലാവതി അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയോടെ എൻ്റെ കണ്ണടയണാട്ടിലും മുന്നേ അവരെ എനിക്കൊന്ന് കാണാൻ പറ്റും എൻ്റെ മോനെ എന്ന് ചോദിച്ചിട്ടുള്ള ആ അച്ഛമ്മയുടെ മനസ്സറിഞ്ഞിട്ട് അച്ഛമ്മയുടെ ജീവിതത്തിൽ അച്ഛമ്മ പറഞ്ഞ കണ്ണടയ്ക്കണാട്ടിലും മുന്നേ എനിക്കൊന്ന് അവരെ കണ്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ അച്ഛമ്മയുടെ മനസ്സറിഞ്ഞൊരു സമ്മാനമാണ് സച്ചി കലാവതി അച്ഛമ്മയ്ക്ക് കൊടുത്തേക്കുന്നത്. പക്ഷെ ആർക്കും മനസ്സിലാവില്ല ഇത് എന്താണെന്ന്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് സച്ചിക്ക് മാത്രമല്ല അറിയില്ല, സച്ചിയോട് മാത്രമേ അച്ഛമ്മ അത് പറഞ്ഞിട്ടുള്ളൂ. അച്ഛമ്മ നിറഞ്ഞ മനസ്സോടുകൂടി അവരെ കെട്ടിപ്പിടിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്